ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ഫേഷ്യൽ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. ബ്യൂട്ടി പാർലറിലൊന്നും പോവാണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ ഫേഷ്യൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിന് കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തൈര്. ഇത് ഒന്ന് ചേർക്കാനുള്ള തൈര് മതി. പിന്നെ നല്ലോണം മഞ്ഞൾപ്പൊടി ഇടണം. എന്നിട്ട് ഞാനിത് ചേർത്ത് കാണിച്ചു തരാം. തൈര് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് നല്ലോണം ഇടാം. നല്ലോണം മിക്സ് ആക്കുക. ഇത് നിങ്ങൾക്ക് ഫേസിലിടാം. എന്നിട്ട് ഒരു അരമണിക്കൂർ വെക്കാം. ഞാനിതിപ്പോൾ കൈമിലിട്ടിട്ടാണ് കാണിക്കുന്നത്. നല്ല തിക്കായിട്ട് ഇടണം. ഇതിങ്ങനെ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ നല്ലോണം പിടിച്ചോട്ടെ. അധികം വരണ്ട് പോകാൻ നിൽക്കരുത്, അധികം ഉണങ്ങിയിട്ട് പറ്റി പോകാൻ നിൽക്കരുത്. അതിൻ്റെ മുന്നേ കഴുകണം. വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കഴുകിയെടുക്കുന്ന നല്ലോണം വരണ്ട് പോകാൻ നിൽക്കരുത്. ഇത് ഇങ്ങനെ ഉണങ്ങിയാൽ മതി. അരമണിക്കൂർ വെച്ചാൽ മതി. ഇനി ഇത് കഴുകി എടുക്കുക. കൈ നല്ല കഴുകി കൊണ്ടുവരട്ടെ. കൈ കഴുകിയിട്ടുണ്ട്. കൈ കഴുകി തുടച്ച ഇനി കൈ നല്ലോണം ആവി കൊള്ളിക്കുക. അപ്പം മുഖം വെച്ചാൽ നല്ലോണം ആവി കൊള്ളിച്ചിട്ട് വേർക്കണം. വേർക്കുന്ന വരെ നല്ലോണം ആവി കൊള്ളിക്കുക. വരെ ആവി മുഖത്തിട്ട് കാണിക്കായിട്ടാണ്. മുഖത്തിട്ട് നല്ലോണം അത് വേർക്കണം. ഈ ആവി കൊണ്ടിട്ട് നല്ലോണം വേർക്കുന്ന വരെ മുഖം വെക്കണം. നല്ലോണം വേർക്കണം. നല്ലോണം കൈ ഇങ്ങനെ വേർത്തിട്ടുണ്ട്. ഇതുപോലെ മുഖത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം മുഖം വേർക്കുന്ന വരെ ഇങ്ങനെ വെക്കണം. ഇനി ഇതുമേൽ ഐസ് ക്യൂബ്സ് നല്ലോണം പിടിക്കുക. നല്ലോണം ഐസ് ക്യൂബ്സ് കൊണ്ട് നല്ലോണം മുഖം മരവിക്കുന്ന പോലെ ആവണം. ഇതുപോലെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കി. നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയി ഒരു ഫേഷ്യൽ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ല വ്യത്യാസം കാണിക്കും. ഇതുപോലെ ചെയ്ത് നോക്ക്. ഇത് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യ്, കമൻറ്റ് ചെയ്യ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.